അടുത്തതായിട്ട് ഈ വേദിയിലേക്ക് ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായി എത്തുന്നു മനീഷ് എം പത്തനംതിട്ട. മനീഷ് നമസ്കാരം. നമസ്കാരം. ഓക്കെ, അപ്പോൾ പത്തനംതിട്ടക്കാരനാണ്. അതെ. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം ഇപ്പം നല്ല മഴയാണ്. ആഹാ, കേരളത്തിൽ അതൊരു വളരെ പ്രധാനപ്പെട്ട വിശേഷമാണ്. നമ്മൾ ആരും ഇതുവരെ അറിഞ്ഞില്ല പറഞ്ഞപ്പോഴാണ്. കാരണം ഞങ്ങളുടെ ജില്ലയിലെ മഴ കൂടുതലാണ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് എറണാകുളം ആലുവ എന്ന സ്ഥലത്താണ്. അവിടെ മഴ പൊതുവെ കുറവാണ്. അപ്പോൾ ഞാൻ വീട്ടിലോട്ട് വിളിക്കുമ്പോൾ അച്ഛനും അമ്മയും പറയാറുണ്ട് ഇവിടെ എപ്പോഴും മഴയാണ്. ഓക്കെ ഓക്കെ, ശരി. അപ്പം എന്താണ് മനീഷിന്റെ വക സ്പെഷ്യൽ പെർഫോമൻസ്? ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചാക്കോച്ചൻ്റെ വോയിസ് ആണ്. ചാക്കോച്ചൻ്റെ ലൈവായിട്ടുള്ള വോയിസും പിന്നെ നിറം, അനിത്തിപ്രാവ് ആ സമയത്തെ ശബ്ദം, പിന്നെ നമ്മുടെ സൈജു കുറുപ്പിന്റെ എല്ലാം കൂടി ഇപ്പൊ പറയണ്ട, ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ശരി. അപ്പൊ ആദ്യം ചാക്കോച്ചനെയാണ് ഇമിറ്റേറ്റ് ചെയ്യാം. ചാക്കോച്ചൻ്റെ നിറം എന്ന ചിത്രത്തിലെ ആ ഒരു സെന്റിമെന്റ്സ് ഡയലോഗാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, നിറത്തിലെ ചാക്കോച്ചൻ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. പോകണം, എവിടേക്കായാലും പോകണം, എത്ര ദൂരത്തേക്കായാലും പോകണം. പിന്നെ നിനക്ക് നിൻ്റേതായ ലോകം, നിൻ്റേത് മാത്രമായ നൂറുകൂട്ടം കാര്യങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു കത്ത്, ഒരു ഫോൺ കോൾ, ഒരു ന്യൂ ഇയർ കാർഡ്, ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ്. ചിലപ്പോൾ തിരക്കിൻ്റെ ഇടയ്ക്ക് അതും മറക്കും. നിൻ്റെ കുറ്റമല്ല, ആരുടെയും കുറ്റമല്ല. ട്രൂത്ത്, റിയൽ ട്രൂത്ത്. ഒരു പക്ഷേ 2-3 കൊല്ലം കഴിഞ്ഞ് ആ അമ്മാമ്മ പറഞ്ഞതുപോലെ ഒക്കത്തൊരു കൊച്ചു കുറുമ്പനൊക്കെയായി നാലഞ്ചൊരു സൂക്കേഴ്സുമായി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിറങ്ങും. അപ്പോൾ റിസീവ് ചെയ്യാൻ ഞാൻ വരും, അല്ലേ സോന? അടുത്ത നമ്മുടെ ചാക്കോച്ചൻ്റെ ഓർഡിനറി എന്ന ചിത്രത്തിലെ ഒരു ഫസ്റ്റ് ഇതാണ്. ചേട്ടനാണോ ചേട്ടാ ഡ്രൈവർ സുഖു? ഞാൻ പുതിയ കണ്ടക്ടറാണ്. എൻ്റെ പേര് ഇരവി കുട്ടമ്പിള്ള. ഇരവി എൻ്റെ പേരാണ്, കുട്ടമ്പിള്ള എൻ്റെ അച്ഛൻ്റെ പേരാണ്. ഞാൻ ഞങ്ങളുടെ നാട്ടിലെ മണ്ഡലം യൂത്ത് വിംഗ് പ്രസിഡൻ്റൊക്കെയാണ്. പിന്നെ എനിക്ക് പിന്നെ ആവശ്യമൊന്നുമില്ല, കാരണം വീട്ടിൽ അരി മേടിച്ച് പോകണ്ടേ എന്തായാലും. അടുത്ത ചാക്കോച്ചൻ നമ്മുടെ റോമൻസ് എന്ന ചിത്രത്തിലെ ഒരു കർത്താവിൻ്റെ ആട്ടും പറ്റങ്ങളെ ഭയപ്പെടേണ്ട. ഇങ്ങോട്ടുള്ള യാത്ര തികച്ചും യാതനകടെയായിരുന്നു. കാട്ടിലും മേട്ടിലും ഓടിയും ചാടിയും ഊണ് ഉറക്കം തേച്ചുള്ള പ്രാർത്ഥനകളും. ഇവിടെ വന്നതും ഈ തിരുസ്വരൂപത്തെയും തിരുവചനങ്ങളും കണ്ടപ്പോൾ കോരിത്തരിച്ച് വീണോണം പാവം ഫാദർ ശിവു, അല്ലേ? ഓക്കെ, അപ്പോൾ ഒരു ചാക്കോച്ചൻ സ്പെഷ്യലിസ്റ്റ് ആണല്ലേ? അതെ. ഓക്കെ, ഇനി എന്താണ് അടുത്തത്? ചാക്കോച്ചൻ ലൈവായിട്ട് സംസാരിക്കാം, ഇന്റർവ്യൂസിലൊക്കെ സംസാരിക്കുന്ന ശബ്ദം. ഓക്കെ, ചാക്കോച്ച നമസ്കാരം. നമസ്കാരം. സുഖമല്ലേ? സുഖമാണ്. നമ്മുടെ കുട്ടനാടൻ മാർപ്പാപ്പ നല്ല അഭിപ്രായം ഉണ്ടല്ലോ. എല്ലാവരും വിളിച്ച് പറയാറുണ്ട്. കാരണം കുട്ടനാട് മാർപ്പാപ്പ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഒരുപാട് സന്തോഷം. പക്ഷേ ചാക്കോച്ചനെ കുട്ടനാടൻ മാർപ്പാപ്പയിൽ ആദ്യം കാണിച്ചപ്പം എൻ്റെ മുഖം കാണിച്ചതിന് ശേഷമാണ് ചാക്കോച്ചനെ കാണിച്ചത്. അതിൽ വല്ല വിഷമം ഉണ്ടായിരുന്നു ചാക്കോച്ചന്? അതിപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം ഡയറക്ടർ പറയുന്നു, നമ്മളതുപോലെ ചെയ്യുന്നു. നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിഷാരടിക്ക് വെച്ച വെടി അത് ചാക്കോച്ചന് കിട്ടി, ചാക്കോച്ചൻ കൈയടി കിട്ടിയാലിപ്പോൾ. അപ്പോൾ അതിന് എൻ്റെ അടുത്ത് പ്രത്യേക വല്ല നന്ദിയുണ്ടോ? വെടിവെച്ച ഞാനായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട്, കാരണം ഉന്നം ശരിയായിട്ടില്ലായിരുന്നു, എങ്കിലും കുഴപ്പമില്ലായിരുന്നു. സന്തോഷം. ഗുഡ് ജോബ് മനീഷ്. ചാക്കോച്ചൻ്റെ വോയിസ് അങ്ങനെ ആരും ചെയ്യാറില്ല, അപ്പോൾ ഞാൻ തേടി പിടിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്, കാരണം നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. തീർച്ചയായിട്ടും. കാരണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ചാക്കോച്ചനെ ഒന്ന് കാണണം, അദ്ദേഹത്തിന് മുന്നിൽ 2 ഡയലോഗ് പറയണം, അത്രേ ഉള്ളൂ. വേറെ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല. ഓക്കെ, മനീഷ് എന്തിലാണ് വർക്ക് ചെയ്യുന്നത്? ഞാനിപ്പം ഒരു ഷോപ്പിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് അടുത്തത്? ചാക്കോച്ചൻ കഴിഞ്ഞാൽ ഇനി അടുത്തത് എന്താണ്? നമ്മുടെ സൈജു കുറുപ്പിൻ്റെ ആടെന്ന ചിത്രത്തിലെ ആടിലെ അറക്കലബു. ഓക്കെ, അത് ഒരു ഡയലോഗേ ഉള്ളൂ. ഷാജേട്ടാ, കഴിഞ്ഞ ഓണത്തിന് കൈപ്പഴ കുഞ്ഞപ്പൻ്റെ കൈ ഓർത്തപ്പോൾ വട്ടച്ചോരയാണ് മുഖത്ത് തീർത്തത്. അത്രയ്ക്കും വരില്ലല്ലോ ഒരു പീറ ആട്. ക്ലീറ്റസേ, നീ എന്നെ വണ്ടി കയറ്റി ക്ലീറ്റസേ. ഷാജേട്ടാ, അടുത്ത കവല നിർത്തണം, മദ്യവും കത്തിയും പിന്നെ മട്ട മസാലയും വാങ്ങണം. ആടെ ഓക്കെ ആണോ? ഫ്രഷായിട്ട് ഇറക്കുന്നതിൻ്റെ ഒരു ഇത്. ഷാജേട്ടാ, വണ്ടി നിർത്തി ഷാജേട്ടാ. ഓക്കെ, ഇനിയും ഞാനൊന്ന് ശ്രമിക്കുകയാണ്. നമ്മുടെ കമ്മട്ടിപ്പാടത്തിലെ
ദുൽഖർ സൽമാൻ പറഞ്ഞ ഡയലോഗ് നമ്മുടെ എൻ പിള്ള പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, ഞാൻ ശ്രമിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ ഓക്കെ അതെടോ ഞങ്ങൾ തെരുവോട്ടികളാടോ, തെരുവോട്ടികൾക്ക് ഉടമകളില്ല, പക്ഷേ തമ്മി കൂറുണ്ടോ. ചത്താഴ് ഞങ്ങൾ ഒറ്റക്കേട്ടാ. പിന്നെ എൻ്റെ എറണാകുളം സിറ്റി അതിന് വലിയ ഉറപ്പൊന്നും ഇല്ലടോ. അവർ നിൽക്കുന്നതേ കമ്പട്ടി പകടത്തിൻ്റെ ചതിപ്പില്ല. അതുണ്ടാക്കിയിരിക്കുന്നതേ കട്ടയും സിമെൻറ്റ് കൊണ്ടൊന്നുമല്ല, കറുത്ത കട്ട പിടിച്ച ചോര, ജോസ് പ്രകാശിൻ്റെ ഒക്കെ ചോരക്ക് ചോര ഇവിടുന്ന് കേൾക്കടാ. മറക്കണോടോ, മറക്കാം. ഗുഡ് അറ്റംപ്റ്റ് വെരി ഗുഡ്. ചേട്ടാ നമുക്ക് ഞാൻ റോമൻസിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചതല്ലേ, ചാക്കോച്ചൻ്റെ സൗണ്ട് നമുക്ക് കറക്റ്റ് നല്ല അറിയാം. ഈ സംസാരിക്കുക സാധാരണ സംസാരിക്കുമ്പോൾ ഈ കറക്റ്റ് വോയിസ് തന്നെയാണ്. നന്നായിരുന്നു. ചേട്ടാ ചാക്കോച്ചൻ്റെ നിഷ്കളങ്കമായിട്ടുള്ള വോയിസ് അല്ലേ എപ്പോഴും സംസാരിക്കും. അതുപോലെയാണ് മനീഷും നല്ല ഒരു നിഷ്കളങ്കനാണ് തോന്നുന്നു. ആണോ? ചാക്കോച്ചനെ ഇഷ്ടപ്പെട്ട് നീ അങ്ങനെ ആയതാണോ അതോ? അതല്ല ചേട്ടാ, ഞാൻ വേറെ സ്റ്റാറുകളൊക്കെ സൗണ്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓരോരുത്തരിങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ കമൻറ്റ് പറയും. അപ്പം അശ്വതി എന്ന് പറഞ്ഞൊരു പെണ്ണാണ് ആദ്യമായിട്ട് പറഞ്ഞത് ചാക്കോച്ചൻ്റെ വോയിസ് എൻ്റെ. ഞാനൊരു ഗ്രൂപ്പിലും അതല്ല, വിളിച്ചു വരുത്തിയതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം നേരിട്ട് ചാക്കോച്ചനെ വിളിച്ചേനെ. അപ്പോൾ അന്ന് മുതലാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അതിനുമുമ്പ് ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം എനിക്കുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ചെയ്യാൻ പറ്റാത്ത കുറേ ശബ്ദങ്ങളൊക്കെ ചെയ്തു കൂട്ടി അങ്ങനെ ചെയ്തപ്പോഴാണ് ആൾക്കാർ, എൻ്റെ കൂട്ടുകാർ പറഞ്ഞത് ചാക്കോച്ചൻ്റെ വോയിസ് കിട്ടും, ശ്രമിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചെയ്യാൻ തുടങ്ങിയത്. സൈജു കുറിപ്പ് കറക്റ്റാണ്. ഈ സൈജുണ്ണ സൗണ്ട് മാത്രമേ ഉള്ളൂ, പുള്ളി നിഷ്കളങ്കനാണ്. അയ്യോ, കണ്ണോ ആ സൗണ്ട് മാത്രമേ ഉള്ളൂ, അല്ലാതെ പുള്ളി ഇടപെടാൻ നല്ല. പക്ഷെ നന്നായി സൈജു കുറിപ്പിന്റെ വോയിസ് അങ്ങനെ വേറെ അങ്ങനെ ആരും അങ്ങനെ ഒരുപാട് ചെയ്യുന്നില്ല. ഇവിടെ 1-2 പേര് ഈ ഫ്ലോറിൽ 1-2 പേര് ചെയ്ത് കേട്ടു. അതും എല്ലാം അറക്കിലബോ ആയിട്ടുള്ള ആ ക്യാരക്ടറാണ് കൂടുതലും ചെയ്യാറുള്ളത്. നന്നായിരുന്നു. എൻ്റെ ഫസ്റ്റ് ഷോ ആണിത്, ഫസ്റ്റ് സ്റ്റേജാണ്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ആ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും. അല്ലെങ്കിലും കഴിവുള്ള കലാകാരന്മാരെ മലയാളി പ്രേക്ഷകർ എപ്പോഴും 2 കൈ നീട്ടി സ്വീകരിക്കാറുണ്ട്. അതിനുള്ള നല്ല എക്സാമ്പിൾസ് ആണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മനീഷിന് ഒരു വലിയൊരു ഗ്രോത്ത് ഉണ്ടാവട്ടെ, ഒരുപാട് സ്റ്റേജുകൾ കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ് മനീഷ്. താങ്ക് യു. താങ്ക് യു.